ഇപ്പോൾ നമ്മോടൊപ്പം സിനിമാ നിരൂപക ശ്രീമതി അനു ചന്ദ്ര ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനു ചന്ദ്ര, ഇപ്പോൾ സംസ്ഥാന അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു പുരസ്കാരങ്ങളെ ഈ ഒരു പ്രാഥമികമായി വിലയിരുത്തത് എങ്ങനെയാണ്? മറ്റ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു വർഷം വന്നിരിക്കുന്ന അവാർഡ് പ്രഖ്യാപനത്തിൽ കുറെയൊക്കെ ഫെയർ ആയിട്ടുള്ള സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള ചില അവാർഡ് പ്രഖ്യാപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുള്ള അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഇപ്പം മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് കൊടുത്തു എന്ന് പറയുമ്പോഴും അതേസമയം തന്നെ കിഷ്കിന്ധാകാന്ഡം സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ച ആസിഫ് അലി, അതേപോലെ തന്നെ അതിനകത്തുള്ള അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള വിജയരാഘവൻ, ഈ രണ്ടുപേരെയും ഈ പറയുന്ന അവാർഡിലേക്ക് പരിഗണിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അവസാനം ആ ഒരു നിമിഷം വരേക്കും മത്സര വിഭാഗത്തിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വാർത്തയിൽ കണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന ആസിഫ് അലിയെ അല്ലെങ്കിൽ ഈ പറയുന്ന വിജയരാഘവനെ തഴഞ്ഞുകൊണ്ട് ബ്രഹ്മയുഗം സിനിമയിലെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തു എന്നുള്ളൊരു ചോദ്യം എന്റെ മനസ്സിനകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം ആസിഫ് അലി എന്ന് പറയുന്ന നടൻ ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇത്ര കാലവും ആസിഫ് അലി നമുക്കിടയിൽ തന്നിട്ടുള്ള കഥാപാത്രങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു നടന്റെ കഴിവിനെ എത്രത്തോളം പരമാവധിയായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് മുമ്പിലേക്ക് ഇത്ര കാലം കാണിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് എങ്ങനെ കാണിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അത് അത്രയും ഗംഭീരമായിട്ട് ആസിഫ് അലി ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പം പുതിയതായിട്ടുള്ള ഒരു ആസിഫ് അലി നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മമ്മൂട്ടി ബ്രഹ്മയുഗം സിനിമയ്ക്കകത്ത് ചെയ്തതിനേക്കാൾ എത്രയോ മികച്ചതായിട്ടാണ് ആസിഫ് അലി അഭിനയിച്ചിരിക്കുന്നത്, വിജയരാഘവൻ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അവാർഡ് വരുന്ന സമയത്ത് മമ്മൂട്ടിക്ക് മികച്ച നടൻ എന്ന് പറയുമ്പോൾ അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ മുൻകാല സിനിമകളിലെ മഹത്വം കണക്കാക്കിയിട്ട് ഒരു ആചാരപരമായിട്ടുള്ള രീതിക്കുള്ള ഒരു തുടർച്ച സംഭവിക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതേപോലെ തന്നെ നമ്മുടെ ബറോ സിനിമയുണ്ട്, മോഹൻലാൽ ഡയറക്ട് ചെയ്തിട്ടുള്ള ആ സിനിമയ്ക്കകത്തുള്ള സയനോര, അതുപോലെ തന്നെ ബാസി, വൈക്കം രാജേന്ദ്രനാണെന്ന് തോന്നുന്നു, രാജേഷോ അങ്ങനെ എന്തോ ആണ് പേര്. അപ്പം അവർക്കൊക്കെയാണ് മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് നൽകിയിരിക്കുന്നത്. അപ്പൊ അതെന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനകത്ത് എന്താണ് ഇതിന് മാത്രം അവർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റു സിനിമകളിൽ നിന്നും വിഭിന്നമായിട്ട് എന്താണ് ഇത്രത്തോളം ഈ സിനിമയെ പരിഗണിക്കാനോ അതിനകത്തുള്ള ഇവരുടെ ആ ഒരു ഡബിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയെ പരിഗണിക്കാനുള്ള കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സംഗതികൾ അൺഫെയർ ആണെന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട്. പക്ഷെ ബാക്കി നോക്കുകയാണെങ്കിൽ പാരഡൈസ്, അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകളെയൊക്കെ എടുത്തു അതിന് അവാർഡിനെ പരിഗണിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ മികച്ച കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചില വർഷങ്ങളിലെ അവാർഡ് പ്രഖ്യാപനത്തെ അതുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഈ വർഷം കുറച്ചും കൂടി അവര് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടി തന്നെ അവാർഡ് നിശ്ചയം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വളരെയധികം നന്ദി മാം ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.